ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ എക്സൈറ്റഡ് ആയിട്ടാണ്. കാരണം ഇന്ന് ഞാനൊരു ബുക്കിനെ പറ്റിയിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇക്കിഗായി എന്നാണ് ബുക്കിൻ്റെ പേര്. നിങ്ങൾ ഒത്തിരി പേര് ഈ ബുക്കിനെ പറ്റി കേട്ട് കാണും, ഈ ബുക്ക് വായിച്ചവരുണ്ടാവും, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ട് ഈ ബുക്കിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. കാരണം ഈ ബുക്ക് ഗാർഷിയ ഫ്രാൻസിസ് മിലർ പോപ്പുലർ രണ്ടുപേര് ചേർന്നിട്ടാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. ഈ ബുക്ക് ആസ്പദമാക്കിയിട്ടുള്ളത് ജപ്പാനിലെ ഒക്കിനാവ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെയാണ്. ഒക്കിനാവ എന്ന് പറഞ്ഞ ആ സ്ഥലത്തെ അവിടെയുള്ള ആൾക്കാർ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെ കൂടുതലാണ്. 100 ഇയേഴ്സ് എബവ് ഉണ്ടാവും. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത്. എവറിഡേ ലൈഫിൽ അവർക്ക് എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും. അവർ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ്, അവരുടെ ഫിലോസഫി എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ബുക്ക് പ്രതിപാദിക്കുന്നത്. ഇക്കിഗായി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് റീസൺ ഫോർ ബീയിങ് എന്നാണ്. അതായത് ജീവിക്കാനുള്ള കാരണം. ഓരോ വ്യക്തിയും രാവിലെ ഉറക്കമുണരാൻ ആ വ്യക്തിക്കൊരു എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടാവും. അതെന്താണ്, അവർ സന്തോഷത്തിൻ്റെ സംതൃപ്തിയുടെയൊക്കെ ഉറവിടമായ കാര്യം. ഇതൊക്കെയാണ് ഇക്കിഗായി കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഇക്കിഗായി വായിക്കുമ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ പറ്റും. അതേപോലെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ ഫൈൻഡ് യുവർ പേർപ്പസ് എന്നാണ്. നമുക്ക് ഓരോരുത്തർക്കും ലൈഫിൽ ഓരോരോ പേർപ്പസുകളുണ്ടാവും. നമുക്ക് ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ ചിലപ്പോൾ നമ്മളതെല്ലാവരും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം എന്നില്ല. ചിലപ്പം കണ്ടെത്താൻ ഒത്തിരി നാളായിന്ന് വരും. ചിലർക്കത് എന്താണെന്ന് പോലും മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ ഗോൾ എന്താണ്, നമ്മൾ സമയം എടുത്തിട്ടാണെങ്കിലും നമ്മുടെ ലൈഫിൻ്റെ ഒരു പേർപ്പസ് എന്താണ്, നമുക്ക് സന്തോഷം തരുന്ന നമ്മുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണ്, അത് നമ്മൾ കണ്ടെത്തുക. അത് ടൈം എടുത്താലും കുഴപ്പമില്ല. അതാണ് ഇക്കിഗായി തരുന്ന ഫസ്റ്റ് ലെസൺ. അടുത്തൊരു കാര്യമാണ് കീപ് മൂവിങ് ആൻഡ് കീപ് ഗ്രോയിങ്. അതായത് നമ്മൾ എപ്പോഴും ഫിസിക്കലി ആൻഡ് മെൻ്റലി ആക്റ്റീവ് ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ ഏജ് ആയിട്ടുണ്ടാവും. ആ ഏജ് ആയാലും ജോബ് റിട്ടയർ ചെയ്താലും നമുക്കല്ലാതെ ആക്റ്റീവായിരിക്കാം. മറ്റുള്ളവരെ സഹായിക്കാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ ലൈഫിൽ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണം നോക്കാം. അങ്ങനെ അതായത് എപ്പോഴും ആക്റ്റീവും മൈൻഡ്ഫുള്ളും ഒക്കെ ആയിട്ടിരിക്കാം. അല്ലാതെ ഇങ്ങനെ മടി പിടിച്ച് എനിക്കിനി വയ്യ, ഞാൻ റിട്ടയർഡായി, എനിക്ക് പ്രായമായി എന്നൊന്നും പറഞ്ഞിരിക്കാതെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, ഗ്രോ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇക്കിഗായി പറഞ്ഞു തരുന്ന അടുത്ത വലിയൊരു പോയിൻ്റാണ് എൻജോയ് ദ പ്രസൻറ്റ് മൊമെൻറ്റ്, അല്ലെങ്കിൽ ലിവ് ഇൻ ദ മൊമെൻറ്റ്. നമ്മളീ പലരും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുക, ഫ്യൂച്ചറിനെ കുറിച്ച് ഓർത്തിട്ട് ഭയങ്കര ടെൻഷൻ അടിക്കുക, അങ്ങനെയുള്ളവരായിരിക്കും. പക്ഷെ അതൊന്നുമില്ലാതെ പ്രസൻറ്റിൽ ജീവിക്കുക. പ്രസൻറ്റിൽ ജീവിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്നത്. നമ്മൾ കഴിഞ്ഞ കാലത്തിനെ പറ്റി ആലോചിച്ചിട്ട് അതിന് മാറാൻ പോകുന്നില്ല. ഫ്യൂച്ചറും നമ്മൾ ടെൻഷൻ അടിച്ചിരുന്നുകൊണ്ട് മാത്രം നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക, പക്ഷേ ടെൻഷൻ അടിച്ചിരുന്നിട്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെയാണ് ഇക്കിഗായി പഠിപ്പിച്ചു തരുന്ന അടുത്ത കാര്യം. ഇനിയും ഇത് മാത്രമല്ല, ഇത് ഞാൻ കുറച്ച് മെയിൻ പോയിൻറ്റ്സ് പറഞ്ഞതേ ഉള്ളൂ. ഇക്കിഗായി വേറെ ഒത്തിരി കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറയുന്നുണ്ട്. അതായത് നമുക്ക് നമ്മുടെ ലൈഫിൽ എന്തൊക്കെയുണ്ട് അതിനെല്ലാം ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വേണം, ഒരു താങ്ക്ഫുൾ ആയിരിക്കണം നമ്മൾ അതിനെല്ലാം. കാരണം വേറെ ചിലരെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫിൽ എത്രയോ നല്ല പൊസിഷനിലായിരിക്കും. പക്ഷേ നമ്മളെപ്പോഴും അതിനെപ്പറ്റി ഓർത്ത് സങ്കടപ്പെടും, എൻ്റെ ലൈഫിൽ അതില്ല ഇതില്ല എന്ന്. അതിന് പകരം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡായിട്ടിരിക്കണം. പിന്നെ നമ്മുടെ ചുറ്റിലും എപ്പോഴും ഉണ്ടാവേണ്ടത് നല്ല ഫ്രണ്ട്സ്, ഗുഡ് ഫ്രണ്ട്സ് ആയിരിക്കണം. നമ്മുടെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇക്കിഗായി പഠിപ്പിച്ചിരുന്ന കാര്യമാണ് ഡോണ്ട് ഫിൽ യുവർ സ്റ്റൊമക്ക്. ഇത് ഒത്തിരി പേർക്ക് അറിയായിരിക്കും. നമുക്ക് നമ്മുടെ സ്റ്റൊമക്ക് ഒരു 80% മാത്രമേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അത് എത്ര വിശന്നാലും എങ്ങനെ വന്നാലും ഒരു 80% ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇക്കിഗായി നമുക്ക് പഠിപ്പിച്ച് തരുന്നുണ്ട്. ഞാൻ പറയണത് എല്ലാവരും എപ്പോഴാണ് പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ബുക്ക് വായിക്കണം എന്നാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലത് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരു ദോഷവും ഉണ്ടാവില്ല. നമ്മൾ പിന്നെ ചിലപ്പോൾ ലൈഫിനെ പറ്റി കാണുന്നതും ചിന്തിക്കുന്നതുമായ കാര്യങ്ങളൊക്കെ വേറെ രീതിയിലാവും. അത് നല്ല രീതിയിൽ മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് ഇക്കിഗായിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇക്കിഗായി പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. എന്താണ് നിങ്ങളുടെ ഇക്കിഗായി, വാട്ട് ഈസ് യുവർ ഇക്കിഗായി? അത് നിങ്ങൾ കണ്ടുപിടിക്കുക, എല്ലാവരും കണ്ടുപിടിക്കുക. അത് ഈ ബുക്ക് വായിക്കുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡിലേക്ക് വരും, എൻ്റെ ഇക്കിഗായി എന്താണെന്നുള്ളത്. അത് നമുക്കപ്പം നമ്മളായിട്ട് തന്നെ അത് ഫൈൻഡ് ചെയ്യാമെന്നുള്ളൂ. സോ എല്ലാവരും ഓരോരുത്തരെയും ഇക്കിഗായി കണ്ടുപിടിക്കുക. ലൈഫൊക്കെ നല്ല പേർപ്പസ്ഫുള്ളായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ബാക്കിയുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ഒരു ഹാപ്പി ലൈഫ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.